Hi all of you. So തീർച്ചയായും നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഹീറ്റ് കപ്പാസിറ്റി എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമുക്കൊന്നുകൂടെ ആ കൺസെപ്റ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അറ്റ് ദ സെയിം ടൈം മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, ഈ തരത്തിലുള്ള ടേംസിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം. സോ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇനിഷ്യലി നിങ്ങൾ നോക്കുക, സി വാട്ട് ഐ ആം കൺസിഡറിങ് ഹിയർ. ഫസ്റ്റ് ഒരു അലുമിനിയം ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണ്. സോ ദിസ് ഈസ് അലുമിനിയം ആൻഡ് ഐ ടേക്കൻ 2 gram ഓഫ് അലുമിനിയം. ഇപ്പോൾ 2 gram അലുമിനിയം ആണ് ഫസ്റ്റ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത കേസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്, സി വാട്ട് വി ഹാവ് നെക്സ്റ്റ്, വി ഹാവ് അഗെയിൻ അലുമിനിയം ഓൺലി, ബട്ട് റൈറ്റ് നോ വി ഹവ് ടേക്കൻ 1 gram. So we have taken 1 gram aluminum. And the next one is iron, and that iron is 2 gram. അപ്പോൾ അയൺ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് സോ മാസ് ഓഫ് ദാറ്റ് ഈസ് 2 gram. ആൻഡ് നൗ ഇവരെല്ലാം ഇരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ലെറ്റ്സ് സേ ദാറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് 27 degree Celsius. അപ്പോൾ ഇനിഷ്യലി ഇവരുടെ എല്ലാവരുടെയും അവസ്ഥ 27 degree Celsius ആണ്. സി വാട്ട് ഐ ആം ഡൂയിങ് ദെൻ, ഞാൻ ഈ ബോഡിയെ എല്ലാം എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യുകയാണ്. സോ ഐ എം സപ്ലൈയിങ് സം എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇയാളെ ചൂടാക്കുന്നു. അപ്പോൾ ഇവിടേക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ്. സോ കുറച്ച് ഹീറ്റ് കൊടുക്കുന്നു. സോ ഐ എം ഡിനോട്ടിങ്, നമുക്കറിയാം നമ്മൾ ഹീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ക്യൂ എന്ന ടേമാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത എനർജി എന്ന് പറയുന്നത്, ഓക്കെ ക്യൂ വേണ്ട, നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ അവിടെ അസൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുത്തത് ഒരു 100 ജൂൾ എനർജി കൊടുത്തു എന്ന് അസ്യൂം ചെയ്യുക. ഹൗ മച്ച് ജൂൾ എനർജി? 100 ജൂൾ ഹീറ്റ് എനർജി നമ്മളവിടെ സപ്ലൈ ചെയ്തു. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, നമ്മൾ ഏതൊരു വസ്തുവിനെ ഇപ്പം നമ്മൾ വെള്ളത്തിൽ ചൂടാക്കിയാൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് കൊടുക്കുകയാണ്, ചൂടാക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ്, ഇനിഷ്യലി 27 degree Celsius ഉള്ള ബോഡി ഇപ്പോൾ അയാളുടെ ടെമ്പറേച്ചർ കൂടി. ലെറ്റ്സ് സേ ദാറ്റ് അയാളുടെ ടെമ്പറേച്ചർ ഇപ്പോൾ എത്രയായി, 37 degree Celsius ആയി. സോ 37 degree Celsius ആയി, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ 100 ജൂൾ ഹീറ്റ് നമ്മൾ കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായ റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 degree Celsius ആണ്, ഓർ 10 Kelvin ചേഞ്ച് ആണ് സംഭവിച്ചത്, ഇസ്ന്റ് ഇറ്റ്? നമുക്ക് ചേഞ്ചാണ് നമ്മൾ പറയുന്നത്. അത് ഡിഗ്രി സെൽഷ്യസിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പെർ കെൽവിനിൽ പറയാം, ഇസ്ന്റ് ഇറ്റ്? സോ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ടുള്ള കൺവേർഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഇസ്ന്റ് ഇറ്റ്? സോ വാട്ട് വി ഹാവ്, എത്ര ചേഞ്ചാണ് സംഭവിച്ചത്? തീർച്ചയായും നമുക്കറിയാം 10 degree ചേഞ്ച് ആണ് അവിടെ സംഭവിച്ചത്. സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 10 degree. അപ്പോൾ ഈ 10 degree കൂടാൻ വേണ്ടി നമ്മൾ കൊടുത്തത് എത്രയാണ്, 100 ജൂളാണ്. ഓക്കെ, അതേപോലെ ഞാൻ ഇവിടെയും എന്ത് ചെയ്യുകയാണ്, ഇപ്പുറത്തും ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിന് മുന്നേ, അപ്പുറത്തെ ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇവിടെ ടെമ്പറേച്ചർ കൂടി എത്രയെന്നാണ് പറഞ്ഞത്, 10 degree. അപ്പോൾ 1 degree കൂടാൻ വേണ്ടി നമ്മൾ എത്ര ഹീറ്റ് കൊടുത്തു? സോ ലിസൺ ഹിയർ, നമുക്കറിയാം നമ്മൾ 100 ജൂൾ കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായ റൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കറിയാം 10 degree ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രിക്ക് എത്ര ഹീറ്റ് നമ്മൾ കൊടുക്കണം? സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ടു ഗെറ്റ് 1 degree ചേഞ്ചിന് എത്ര ഹീറ്റ് നമ്മൾ കൊടുക്കണം? സോ വി ഹാവ് 100 ജൂൾ ഡിവൈഡഡ് ബൈ വാട്ട് കംസ് ദിയർ 10. ഈ ടേമിനെ, അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree ചേഞ്ച് ആകാൻ വേണ്ടി നമ്മൾ എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് മാസ്, എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. Okay, so try to understand all of you what is the first term we introduced here. It's called heat capacity, and what is meant by heat capacity? It's the amount of heat supplied to change the temperature of a substance by 1 degree. അപ്പോൾ ഇനിഷ്യലി വൺസ് അഗെയിൻ നോക്കൂ, നമ്മൾ കൺസിഡർ ചെയ്തത് ഇവിടെ ആരെയാണ്, അലുമിനിയം. ആൻഡ് വാട്ട് ഈസ് ദ മാസ് ഓഫ് ദാറ്റ്, 2 gram. നമ്മളിവിടേക്ക് ആരെ കൊടുക്കുകയാണ്, ഹീറ്റ് കൊടുക്കുകയാണ്, ഇസ്ന്റ് ഇറ്റ്? എത്ര ഹീറ്റ് നമ്മൾ കൊടുത്തത്, 100 ജൂൾ ഹീറ്റ് കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായ ടെമ്പറേച്ചറിലുണ്ടായ ചേഞ്ച് ഇനിഷ്യലി 27 degree Celsius ആണ്. ആൻഡ് യു നോ ഫൈനലി വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ, 37 degree Celsius. അപ്പോൾ നമ്മൾ കൊടുത്ത ഈ പറയുന്ന 100 ജൂൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 10 degree ആണ്. അങ്ങനെയാണെങ്കിൽ 1 degree ചേഞ്ച് സംഭവിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാണത്, 100 ജൂൾ ഡിവൈഡഡ് ബൈ 10. See, what is that quantity called?
It is called the heat capacity. What is heat capacity? Once again, can I just speak out? Heat capacity is defined as the heat required to change the temperature of a substance by 1 degree. And here we are not mentioning anything about the mass. Mass എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഉള്ളത് 2 gram സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, 1 gram സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, ആരുടെയാണോ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നോക്കൂ, ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ആൻഡ് ഐ ഹാവ് അനദർ ടേം ഹിയർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത അലുമിനിയം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് വാട്ട് ഐ ടേക്കൺ ദെയർ, ഐ ടേക്കൺ 1 gram. അല്ലേ മക്കളെ, ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 gram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തത് എത്രയാണ്? 10 joule ആണ് നമ്മൾ കൊടുത്തത്. സോ 1 ഡിഗ്രിക്ക് എത്രയാണ്? 10 joule ആണ് നമ്മൾ കൊടുത്തത്, isn't it? അപ്പോൾ 2 gram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തത് 10 joule ആണ്. പക്ഷെ നമുക്കിവിടെയുള്ള അലുമിനിയം 1 gram അല്ലേ കുട്ടികളെ? അപ്പോൾ 1 gram സബ്സ്റ്റൻസിൻ്റെ കൂട്ടാൻ നമുക്ക് എത്ര വേണം? തീർച്ചയായും നിങ്ങൾക്കറിയാം ഇവിടെ 2 gram ആണ്. 2 gram സബ്സ്റ്റൻസിന് നമുക്ക് എന്ത് വേണ്ടി വന്നു? 10 joule വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഫോർ 1 gram സബ്സ്റ്റൻസ് നമുക്ക് അവിടെ എത്ര കൊടുക്കണം? സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് 10 divided by 2 അല്ലേ നമ്മൾ ചെയ്യുന്നത്, isn't it? സോ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കൂ, നമ്മൾ ഇവിടെ ചൂടാക്കിയത് 2 gram ആണ്, isn't it? ആ 2 gram സബ്സ്റ്റൻസ് ചൂടാക്കാൻ വേണ്ടി 1 degree ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാണ്? 10 joule. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് 1 gram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഇത്രയും കൂട്ടണമെങ്കിൽ, isn't it? സോ വാട്ട് ടു ഡു? ഈ കിട്ടിയ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് വാട്ട് യു വിൽ ഗെറ്റ് ദെയർ, യു വിൽ ഗെറ്റ് ദ വാല്യൂ കറസ്പോണ്ട്സ് ടു 1. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ, ഫോർ ഹിയർ വിൽ ബി ഹാവിങ് 100. 100 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തത്. 100 joule means what we had given, am I right or not? And now divided by 10. What is 10? 10 means the change in temperature. Okay, and you know ഇവിടെ നമുക്ക് 2 gram ആണ്, ഇവിടെ 1 gram ആണ്. അപ്പോൾ ഇവിടെയുള്ളതിൻ്റെ പകുതിയാണ് അവിടെ വരേണ്ടത്. സോ വി നീഡ് ടു ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. ഓക്കെ, സോ വാട്ട് ദ വാല്യൂ ഹിയർ? യു ഗോട്ട് 10 joule. ആൻഡ് വാട്ട്സ് ദ വാല്യൂ യു വിൽ ബി ഗെറ്റിംഗ് ഹിയർ? യു വിൽ ബി ഗെറ്റിംഗ് 5 joule. ഇവിടെ നമുക്ക് കിട്ടിയത് 5 joule, isn't it? അപ്പോൾ എന്താ 5 joule? നോക്കൂ, 5 joule മീൻസ് 1 gram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്ത ആ ഹീറ്റിനെ നമ്മൾ വിളിച്ച പേരാണ്, see what we say for that, it is called the specific heat capacity. നോക്കൂ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. 2 ടേമും ഞാൻ ഇവിടെ പറയുകയാണ്. ആദ്യത്തെ ടേം ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ദ ഫസ്റ്റ് ടേം ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി. Okay, and what is the next term is called specific heat capacity. Okay, what is the second term? Specific heat capacity. Okay, ആദ്യത്തെ ടേമിനെ ഞാൻ സി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ടേമിനെ ഞാൻ എസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു. അപ്പോൾ എങ്ങനെ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്തിയത്? ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ കണ്ടെത്തിയത് നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, റൈറ്റ്? എന്നാൽ സ്പെസിഫിക് കാണാൻ വേണ്ടി നമ്മൾ 100/10 മാത്രമല്ല ചെയ്തത്, ഡിവൈഡഡ് ബൈ എന്നും കൂടെ ചെയ്തു, 2 എന്നും കൂടെ നമ്മൾ ചെയ്തു, isn't it? So what you got there? We got 5 joule there. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി കാണുന്നത്? ഹീറ്റ് കപ്പാസിറ്റി കാണുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി കാണുന്നത് എങ്ങനെയാണ്? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ കറസ്പോണ്ട്സ് ടു ദാറ്റ്? സി ഐ ക്യാൻ റൈറ്റ് ഹിയർ സി, ആൻഡ് യു നോ വാട്ട് ഈസ് സി? വൺസ് അഗൈൻ, സി ഈസ് ഹീറ്റ് കപ്പാസിറ്റി. Okay, C is equal to heat supplied, Q divided by, okay, heat 100 joule divided by 10. What is 10? 27 in 37 I, our temperature delta T. What is it for that? Delta T. So I can say that C is equal to Q by delta T. Similarly, we have specific capacity. കുട്ടികളെ നോക്കൂ എല്ലാവരും, സ്പെസിഫിക് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ 100/10 എന്ന് മാത്രമല്ല ഇട്ടത്, ഡിവൈഡ് ബൈ 2 എന്നും കൂടി ഇട്ടു, isn't it? So what is the specific capacity, or how we can find out specific capacity? We can write there S is equal to Q divided by what comes there,
m into delta t. സി നമ്മൾ ഇവിടെ 2 ഗ്രാം ആയിരുന്നു അല്ലേ? ഈ 2 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റിനെ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്തു. അപ്പോഴേ നമുക്ക് 1 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കിട്ടിയത്. സോ വാട്ട് വി ഡിഡ് ദെയർ? ഡിവൈഡഡ് ബൈ m. സോ ദാറ്റ് നോക്കൂ വൺസ് അഗൈൻ, എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? Heat capacity means the amount of heat required to raise the temperature of a substance by 1 degree. Of a substance by 1 degree. ആ definition ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. But what is specific capacity? Isn't it the heat required to raise the temperature of a substance? No. Temperature of 1 gram substance by 1 degree. Okay, that is the difference between heat capacity and specific capacity. Okay, all of you, then what we can see, the unit of C. What is the unit of C? You can see that joule per Kelvin. Okay, you can even say joule per degree Celsius. Doesn't matter. കാരണം നമ്മൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻ കെൽവിൻ ഓർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. ഡസൻറ്റ് മാറ്റർ. സോ വാട്ട് അബൌട്ട് ദ യൂണിറ്റ് ഓഫ് നെക്സ്റ്റ് വൺ? സീ ദ യൂണിറ്റ് ഓഫ് നെക്സ്റ്റ് വൺ. എന്താ കുട്ടികളെ പറഞ്ഞ എല്ലാവരും? ഇവിടെ നമുക്ക് ക്യൂ ആണ് മുകളിലുള്ളത്. ക്യൂ ആണെങ്കിൽ അയാളുടെ യൂണിറ്റ് ജൂളാണ്. ആൻഡ് നെക്സ്റ്റ് എം ആണ് താഴെയുള്ളത്. എം നമ്മൾ ഇവിടെ ഗ്രാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഫിസിക്സിൽ സാധാരണത്തിൽ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ നമ്മൾ കിലോഗ്രാം, അപ്പോൾ ഏതാണ് യൂണിറ്റ് എന്ന് നമ്മൾ നോക്കണം. സാധാരണത്തിൽ കെമിസ്ട്രി നമ്മൾ ഗ്രാം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ദെയർ? ജൂൾ പെർ ഗ്രാം. ഓക്കെ, then we have a Kelvin raised to, no, Kelvin. So what we have a Kelvin, or else you can write like this: joule gram raised to -1, Kelvin raised to -1. But here joule Kelvin raised to -1 only. Okay. ഓക്കെ, അപ്പം നോക്കൂ, നമ്മൾ അവതരിപ്പിച്ചത് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, സ്പെസിഫിക് കപ്പാസിറ്റി എന്താണ്. ഇവിടെ നമ്മൾ ഈ അലുമിനിയം ചൂടാക്കാൻ വേണ്ടി എത്രയാണ് കൊടുത്തത്? 100 ജൂൾ. അപ്പോഴുണ്ടായ റേസ് 10 ഡിഗ്രിയാണ്. അതുപോലെ നമ്മൾ അടുത്ത കേസിലും ഇത്രയും തന്നെ 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഉണ്ടായ റേസ് എത്രയാണ്? 10 ആണ്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന അയണാണ്. ഈ അയണിന് നമ്മൾ ഇത്രയും ഹീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അതോ ഇതിൽ കൂടുതൽ കൊടുക്കണോ? തീർച്ചയായും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കുട്ടികളെ, നമ്മളിപ്പോൾ വാട്ടർ ചൂടാക്കുമ്പോൾ നമുക്കറിയാം വാട്ടർ ടു റേസ് ദ ടെമ്പറേച്ചർ നമുക്ക് കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതിയാവും. എന്നാൽ അതേ ഹീറ്റ് തന്നെ നമ്മൾ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി കൊടുക്കണമെന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും ഓരോരോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഓരോരോ ഹീറ്റ് കപ്പാസിറ്റിയാണുള്ളത്. Suppose if we talk about the specific capacity of water, you can see that its value is 4.184 joule. Okay, so you try to understand. അപ്പോൾ നമുക്ക് രണ്ട് ടേംസ് ആണ് ഇവിടെ കിട്ടിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻസ് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും. ബട്ട് വൺസ് അഗെയിൻ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. ആദ്യത്തെ എന്താണ് നമ്മൾ വിളിച്ചത്? ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree. ആൻഡ് വാട്ട് ഈസ് സ്പെസിഫിക് കപ്പാസിറ്റി? It is the heat required to raise the temperature of 1 gram substance by 1 degree. Okay, and heat capacity represented by C, specific capacity represented by S. Okay, and how we get this C? C is equal to Q divided by delta T. Remember 100 joule by 10. So we did similarly. We have a Q instead of 100. Delta T 27 in 37 ആയി. അപ്പോൾ ഡിഫറൻസ് 10 ആണ്. സോ ഐ റോട്ട് ദെയർ ഡെൽറ്റ ടി. നെക്സ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി. വാട്ട് ഈസ് ദ ഡിഫറൻസ്? സോ വി ഹാവ് എ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. ഇസ്ന്റ് ഇറ്റ്? സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദാറ്റ്? യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ജൂൾ പെർ കെൽവിൻ. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് കപ്പാസിറ്റി? ജൂൾ gram raised to -1, and then what we have Kelvin raised to -1. And there is a relation between specific capacity and heat capacity. What is that? You can see it. Okay, see, I can write here specific capacity is equal to, see, specific capacity is equal to 1 by m into what comes there? Q divided by delta T, isn't it? You know what is Q by delta T? We have written already here, C. So I can write specific capacity is equal to heat capacity divided by what comes there? M, isn't it? Or else we can say that heat capacity is equal to C is equal to S into M. So please remember that. Now, as we said in the last class, two terms are over. Now we have to go with
one more term. What is the next term? Definitely it is called the molar heat capacity. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് 1 gram സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. ബട്ട് സപ്പോസ് ഇഫ് യു ടോക്കിംഗ് അബൌട്ട് 1 mole സബ്സ്റ്റൻസ്, ദെൻ വാട്ട് ഈസ് ദ ചേഞ്ച്? ദാറ്റ്സ് വാട്ട് വി നീഡ് ടു ടോക്ക് നെക്സ്റ്റ്. സോ നെക്സ്റ്റ് കേസ് നമ്മൾ പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ്. നോക്കൂ, ഞാൻ നേരത്തെ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും പറഞ്ഞതുപോലെ തന്നെ ഐ എം ജസ്റ്റ് തിങ്കിങ്, ലെറ്റ് us ഡിസ്കസ് അബൌട്ട് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. നോക്കൂ, ഇവിടെ ഞാൻ വീണ്ടും അലുമിനിയം കൺസിഡർ ചെയ്യുന്നു. So first case we have aluminium. Let's say we have 1 gram. Okay. And next case, see to that we have aluminium. Right now it is 27 gram. Okay. മക്കളെ, ഈ 27 ഗ്രാമിൻ്റെ പ്രത്യേകത, അലുമിനിയത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 27 എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ മോളാർ മാസ് ആണ്. അല്ലെങ്കിൽ 1 മോൾ ഓഫ് അലുമിനിയം എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്നത് 1 മോൾ ഓഫ് അലുമിനിയം മീൻസ് 27 gram. Am I right or not? So I am just writing here once again for your information. 1 mole is equal to 27 gram. 1 mole equals 27 gram. Okay. And now ഇവിടെ നമുക്കുള്ളത് അലുമിനിയം 1 gram, ഇത് 27 gram. ആൻഡ് നിങ്ങൾക്കറിയാം 27 ഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇറ്റ് ഈസ് 1 mole. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ 27 gram means 1 mole. So we have like this. Now next point. Let us go with the next point. See to that. അപ്പം നമ്മൾ ഇതിനെ ചൂടാക്കുകയാണ്. ആദ്യത്തെ ആളം ചൂടാക്കുന്നു, രണ്ടാമത്തെ ആളം ചൂടാക്കുകയാണ്. സോ ഫസ്റ്റ് വൺ വി ആർ ഹീറ്റിംഗ് അല്ലേ. അപ്പോൾ സിമിലർലി അടുത്തയാളെയും ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്. സോ ഇയാളെയും ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ 1 gram ആണ്. അപ്പോൾ ഇയാളുടെ ടെമ്പറേച്ചർ തീർച്ചയായിട്ടും 1 ഡിഗ്രി കൂടുന്നു. ഓക്കെ, ഇയാളുടെ ടെമ്പറേച്ചർ ഇനിഷ്യലി 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. റൈറ്റ് നൗ ഇയാളുടെ ടെമ്പറേച്ചർ ലെറ്റ്സ് സേ ദാറ്റ് എത്രയായി മാറി? 28 ആയിട്ട് മാറി. 28 ഡിഗ്രി ആയിട്ട് മാറി അല്ലേ. അപ്പോൾ എത്ര ചേഞ്ചാണ് കുട്ടികളോട് സംഭവിച്ചത്? 1 ഡിഗ്രി അല്ലേ മാറിയുള്ളൂ. ഓക്കെ, അതിന് നമ്മൾ കൊടുത്ത ഹീറ്റ്, ലെറ്റ്സ് സേ ദാറ്റ് ഹീറ്റ് നമ്മൾ എത്രയാണ് കൊടുത്തത്? Q ആണ് കൊടുത്തത്. അപ്പോൾ ആ കൊടുത്ത ക്യൂവിനെ നമ്മളൊരു പേര് വിളിക്കും. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റിമെമ്പർ വാട്ട് വി കോൾ ഫോർ ദാറ്റ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി? യു ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ്? ഇറ്റ് ഈസ് എ ഹീറ്റ്. ഇറ്റ് ഈസ് എ ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കുന്നോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. നോ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഈ കൊടുത്ത ക്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എസ്. ഓക്കെ, അപ്പോൾ ഇത് എസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? അപ്പോൾ ഈ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കറിയാം. ദിസ് ഈസ് എസ്. എന്നാൽ ഇവിടെ നമ്മൾ എടുത്തത് 1 gram അലുമിനിയമാണ്. അപ്പുറത്ത് നമ്മൾ എടുത്തത് 27 gram അലുമിനിയമാണ്. ഇതേ 27 gram അലുമിനിയത്തിൻ്റെയും ടെമ്പറേച്ചർ ഐ നീഡ് ടു ഇൻക്രീസ് ഫ്രം ഇവിടുന്ന് 27 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും എനിക്ക് 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പോൾ ഇയാളുടെ ടെമ്പറേച്ചർ എനിക്ക് 1 ഡിഗ്രി കൂട്ടണം. അപ്പോൾ 1 ഡിഗ്രി കൂട്ടണമെങ്കിൽ ഞാൻ എത്ര ഹീറ്റ് ഇയാൾ കൊടുക്കണം? ഇവിടെ നമ്മൾ കൊടുത്തത് ക്യൂ അല്ലേ മക്കളെ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കേണ്ടത് അതിൻ്റെ 27 ടൈംസ് കൊടുക്കണ്ടേ. സോ ഐ ഹാവ് 27 Q. I have 27 Q. Am I right? Isn't it? അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ കണ്ടു, ഇത്രയും നമ്മൾ കൊടുക്കണം. Isn't it? അപ്പോൾ ഈ 27 Q നമ്മൾ എന്തിനാ കൊടുത്തത്? To increase, speak out, to increase the temperature of 1 mole of substance by 1 degree. Okay?
to increase the temperature of 1 mole of substance by 1 degree. Okay, പക്ഷെ ഇവിടെ കൊടുത്തോ increase the temperature of a substance of a temperature of 1 gram substance by 1 degree. Okay, അപ്പോൾ 1 ഗ്രാം സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് കൂട്ടാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്പെസിഫിക് കപ്പാസിറ്റി എന്നാണ്. അതല്ല ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. സോ ഹിയർ ദ ടേം നെക്സ്റ്റ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. So molar heat capacity, please try to understand, we are using cm. So what is molar heat capacity? It is the heat required to raise the temperature of 1 mole of substance by 1 degree. Okay, അപ്പോൾ ഈ 3 ടേംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ആദ്യത്തെ ടേം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അത് ഒരിക്കലും നമ്മൾ മാസിനെ വെച്ചിട്ട് പറയുന്നില്ല, isn't it? മാസിനെ നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. എന്നാൽ വി ഹാവ് അടുത്തുണ്ട് തീർച്ചയായിട്ടും ആരായിരുന്നു അത്? സ്പെസിഫിക് കപ്പാസിറ്റി. ഓക്കെ, അടുത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. You know what is the definition of specific capacity? Once again, can you speak out? What is the definition of specific capacity? It is the heat required to raise the temperature of a substance by 1 degree. Temperature of a substance by 1 degree എന്ന് പറയുന്നത് അതിൽ ചെറിയ തെറ്റില്ലേ? കാരണം അത് ഹീറ്റ് കപ്പാസിറ്റി അല്ലേ. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി നമുക്കത് പറയാൻ പറ്റൂ? ഇല്ല. സ്പെസിഫിക് കപ്പാസിറ്റി നമ്മൾ പറയേണ്ടത്, once again tell me what is specific capacity? It is the heat, okay, required to increase the temperature of 1 gram substance by 1 degree. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്പെസിഫിക് കപ്പാസിറ്റി. But right now, what is the molar heat capacity? See here, it is the temperature, no, it is the heat required to raise 1 mole of substance temperature by 1 degree. It is the heat required to raise the temperature of 1 mole of a substance by 1 degree. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ എസിൻ്റെ ഇക്വേഷൻ എഴുതിയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എസിൻ്റെ ഇക്വേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എസ്? Can you speak out? It is Q divided by m delta T. M delta T. Okay. Whereas for this molar heat capacity, what is the equation? All of you please see to that. Molar heat capacity Cm is equal to delta T. Okay. Divided by what comes? Not delta T. Cm is equal to Q divided by delta T. ഓക്കെ, സി ഇവിടെ നമ്മൾ എം കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, ബട്ട് ദെയർ വി നീഡ് ടു ഡിവൈഡ് ബൈ എൻ, വേർ എൻ ഈസ് നമ്പർ ഓഫ് മോൾസ്. Where n is number of moles. Okay, see all the equations are there, isn't it? I'm just going to summarize all these things. അപ്പോൾ നമ്മൾ 3 ടേംസ് പഠിച്ചു. ആ 3 ടേംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള പിക്ചറിലേക്ക് പോകാം. ലെറ്റ്സ് സീ ദാറ്റ്. സി ഐ എം ഗോയിങ് വിത്ത് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങൾ. ആദ്യത്തത് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഫസ്റ്റ് വൺ വി ഹാവ് ഹീറ്റ് കപ്പാസിറ്റി. Second, we have a specific heat capacity. Specific heat capacity. Third, we have a molar heat capacity. Molar heat capacity. ഈ 3 ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. ഓരോന്നിൻ്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡെഫിനിഷൻസ് ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല, എല്ലാ ഡെഫിനിഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇക്വേഷൻസ് ആണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സി. സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എസ്. എസ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. Okay students, next we have a molar heat capacity Cm is equal to Q divided by number of moles into delta T. Okay, now what is the unit of this? Unit ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മോളാർ ഹീറ്റിൻ്റെ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. But once again I am talking about that.
Q നിങ്ങൾക്കറിയാം, Qൻ്റെ യൂണിറ്റ് ജൂൾ. ഓക്കെ, ഡെൽറ്റ ടി. സോ വി ഹാവ് എ ജൂൾ കെൽവിൻ റേസ് ടു -1. അടുത്തത് വി ഹാവ് എ ജൂൾ, ഓക്കെ, സി കെൽവിൻ റേസ് ടു -1 ഗ്രാം റേസ് ടു -1. സാധാരണ നമ്മുടെ കെമിസ്ട്രിയിൽ ഗ്രാം റേസ് ടു -1 തരികയുള്ളൂ, കിലോഗ്രാം തരികയില്ല. നെക്സ്റ്റ് ഹിയർ വാട്ട് വിൽ കം? ജൂൾ കെൽവിൻ റേസ് ടു -1 mole raised to -1. Joule Kelvin raised to -1, mole raised to -1. These are the equations which we need to remember. And once again, ചെറിയൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. കുട്ടികളെല്ലാവരും നോക്കുക, നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? Can you just tell me? Yes, intensive property means the properties which are independent of the amount of substance. Properties which are independent of amount of substance, avare nammal paranjavarana intensive property. And what is extensive property? The properties which depends on the amount of substance. Okay, appo nammal nokkumbo ആദ്യത്തെ ഹീറ്റ് കപ്പാസിറ്റി ഇല്ലേ, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, സോ സോറി, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻസീവ്, ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻസീവ്, ഇറ്റ് ഈസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, കാരണം ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, നമ്മൾ പഠിച്ചത് ഒരു എക്സ്റ്റൻസീവിൻ്റെ മുന്നിൽ നമ്മൾ സ്പെസിഫിക് എന്നോ മോളാർ എന്നോ ചേർത്താൽ ഒരിക്കലും അത് എക്സ്റ്റൻസീവ് അല്ല, പിന്നീട് എന്തായി മാറും? ഇൻറ്റൻസീവായി മാറും. അപ്പോൾ ഇത് രണ്ടും, സ്പെസിഫിക് ഉണ്ട്, മോളാർ ഉണ്ട്, ഇത് രണ്ടും എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ആദ്യത്തത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, രണ്ടാമത്തത് മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് കപ്പാസിറ്റിയും എന്താണ് കുട്ടികളെ? Intensive property. Okay, so next see നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി, ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന കൺസെപ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഏത് രീതിയിലാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എന്നതനുസരിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാം, അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്ത് ചെയ്യാം? എക്സ്പെരിമെൻ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്യുന്ന മിക്ക എക്സ്പെരിമെൻറ്റും നമ്മുടെ ലാബിലാണ്. ലാബ് എന്ന് പറയുന്ന ലാബിൽ ഒരു ടെസ്റ്റ് ട്യൂബിലായിരിക്കും മിക്കപ്പോഴും നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുക, അല്ലാതെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറൊന്നും ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയുടെ പൊതുവായൊരു പ്രശ്നം എന്ന് പറയുന്നത് മിക്കപ്പോഴും നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് ഓപ്പൺ ടെസ്റ്റ് ട്യൂബ്, ഓപ്പൺ കണ്ടെയ്നർ, കോണിക്കൽ ഫ്ലാസ്ക് അല്ലെങ്കിൽ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഓപ്പൺഡ് ആയിട്ടുള്ളിടത്താണ് റിയാക്ഷൻസ് നടത്തുക. Isn't it? അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നടത്തുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹീറ്റ് റിലീസ്ഡ് രണ്ട് തരത്തിൽ വരാം. ഒന്ന് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് വരാം, അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് വരാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. റിമെമ്പർ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യു വി എന്ന് നമ്മൾ എഴുതിയിരുന്നു. സിമിലർലി കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മൾ നടത്തിയതെങ്കിൽ വി റൂട്ട് ലൈക്ക് ദിസ്, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യു പി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയും നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെ ഹീറ്റ് ഇൻവോൾവ് ആണ്. അപ്പോൾ ആ ഇൻവോൾവായ ഹീറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാകാം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാകാം. സോ we can write our molar heat capacity. See to that we have a molar heat capacity can be written in this way. രണ്ട് രീതിയിൽ നമ്മൾ എഴുതുകയാണ്. ഒന്നാമത്തേത്, all of you see to that, QV divided by N into delta T. So you can write like this. Similarly, I can write here QP divided by N into delta T. അപ്പോൾ നമുക്ക് ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് വോളിയത്തിൻ്റെ ടേംസിലും, രണ്ടാമത്തത് കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ ടേംസിലും, പിന്നെയോ
കോൺസ്റ്റൻറ്റ് പ്രഷർ ടേംസിലും. Based on that, molar heat capacity can be expressed in two ways. Okay, so first one is CVM, second is CPM. Okay, CVM means molar heat capacity at constant volume, CPM means molar heat capacity at constant pressure. Okay, and what is the expression for CVM? I can write here QV divided by what comes N into delta T. Similarly, what will come on the next side? Again it is QP divided by N into delta T. So this is the difference between both the molar heat capacities. അപ്പോൾ നമുക്ക് molar heat capacity CP ഉണ്ട്, CV ഉണ്ട്. Okay, all of you? So we have a molar heat capacity CP and CV. Now listen, all of you please mind here. അപ്പോൾ നമുക്ക് അടുത്ത് ഈ CP യും CV ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം QV എന്താണെന്ന്, and നിങ്ങൾക്കറിയാം QP എന്താണെന്ന്, isn't it? Because we have written here already QV is equal to delta U, QP is equal to delta H. So what I can write here, CV is equal to, okay, CV is equal to delta U divided by what comes N into delta T. Similarly, I can write next side, CP is equal to, what is CP? CP is equal to delta H divided by what comes there, N into delta T. See, we have got CP and CV. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. റിമെമ്പർ ദാറ്റ് ഇക്വേഷൻ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ആർ ടി. സി ഇവിടെ നമ്മൾ എന്താണ് ഡെൽറ്റ എൻ ജി 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു, എന്നിൻ്റെ ടേംസ് എല്ലാം 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ, I can write this equation, delta H is equal to delta U plus delta of R into T plus R into delta T. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈ ഡെൽറ്റ ഇൻറ്റു ആർ ടി എന്ന് പറയുന്ന ടേംസിന് യാതൊരു പ്രാധാന്യമില്ല, അയാൾ നമ്മൾ കളഞ്ഞു. സോ വാട്ട് ഈസ് റിമൈനിങ്? വി ഹാവ് എ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് R delta T. So R delta T. And you know what is delta H? Let us assume N equals 1, isn't it? അങ്ങനെയാണെങ്കിൽ delta U, we can write CV delta T. So I can write there delta H is equal to CP delta T. CP delta T. Okay, delta U is equal to CV delta T. Next we have R delta T. അപ്പോൾ ഇതിനകത്തുള്ള ഡെൽറ്റ ടീസ് എല്ലാം എന്ത് ചെയ്യൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ഡെൽറ്റ ടി ക്യാൻസൽ, ഡെൽറ്റ ടി ക്യാൻസൽ, ഡെൽറ്റ ടി ക്യാൻസൽ. വാട്ട് ഈസ് റിമൈനിങ് ദെയർ? സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. Ultimately, we get a relation between CP and CV. What is the relation between CP and CV? I can write here CP minus CV is equal to R. So this you might have studied in physics. This is also called as what? Mayer's relation. You studied there. Okay. At the same time, അതേസമയം തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാം. എല്ലാവരും നോക്കൂ കുട്ടികളെ, എങ്ങനെയാണെന്ന്. We have the ratio of these two molar heat capacity. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്തായി സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മോളാർ ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് കണ്ടു, സി പി എന്നും സി വി എന്നും. ആൻഡ് അവർ തമ്മിലുള്ള റിലേഷൻ ഒരെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. സി പി മൈനസ് സി വി ഈസ് കോൾഡ് ആർ. സി പി മൈനസ് സി വി ഈക്വൽസ് ആർ, വിച്ച് ഈസ് കോൾഡ് എസ് മേയേഴ്സ് റിലേഷൻ. Okay, now see to that. I am just writing that equation again. We have a Cp minus Cv is equal to R. At the same time, നമുക്ക് ഇവരുടെ റേഷ്യോസ്, അതായത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി റേഷ്യോസ് Cp by Cv, ഓക്കെ, അതിൻ്റെ വാല്യൂ കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ റേഷ്യോ
അതായത് സി പി ഡിവൈഡഡ് ബൈ സി വി എന്ന് പറയുന്നതിനെ വാട്ട് വി കോൾ ഫോർ ദാറ്റ് ഗാമ. ഈ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേര് പോയ്സൺസ് റേഷ്യോ. സോ സി പി ബൈ സി വി ഈക്വൽസ് ഗാമ. ഓക്കെ, നൗ ലെറ്റ് സീ ടു ദാറ്റ്. ഇവിടെ നമുക്ക് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ഉണ്ട്. ഞാൻ ഈ ഇക്വേഷനെ സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഐ ആം ഡിവൈഡിങ് ഹിയർ വിത്ത് സി വി, ഹിയർ ഓൾസോ വിത്ത് സി വി, ഹിയർ ഓൾസോ വിത്ത് സി വി. വാട്ട് യു ഗെറ്റ്? സി പി ബൈ സി വി എന്ന് പറയുന്നത്, ഓക്കെ, ഐ ക്യാൻ റൈറ്റ് ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ സി പി ബൈ സി വി മൈനസ് 1 is equal to R by CV. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു സി പി ബൈ സി വിനെ നമ്മൾ വിളിച്ച പേര് ഗാമ. അതിൻ്റെ വാല്യൂസിനെ കുറിച്ച് തീർച്ചയായും നമ്മൾ സംസാരിക്കണം. അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് ഹിയർ ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു R by CV, or else CV is equal to R divided by gamma minus 1. So we got this value. സി വിൻ്റെ വാല്യൂ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ കുട്ടികളെല്ലാവരും നോക്കും, ഞാൻ എന്തിനാണ് ഈ വഴി വന്നു ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ നേരത്തെ തന്നെ ഒരു വർക്ക് ഡൺ കേസിൻ്റെ എക്സ്പ്രഷനൊക്കെ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, നമ്മൾ ആദ്യം പഠിച്ചത് പ്രഷർ വോളിയം വർക്ക് ഡൺ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് വി സ്റ്റഡീഡ് ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ, isn't it? Minus 2.303 nRT log V2 by V1, or minus 2.303 nRT P1 by P2. And then we studied work done against vacuum which is equal to 0. We studied as such. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഇനി നമുക്ക് അഡേബാറ്റിക് വർക്ക് ഡൺ കൂടെ പറയേണ്ടതായിട്ടുണ്ട്. സോ ആ അഡേബാറ്റിക് വർക്ക് ഡൺ വെദർ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഓർ റിവേഴ്സിബിൾ, അയാളുടെ കേസോട് നമ്മൾ കാണണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഫോർ an adiabatic work done, for an adiabatic, isn't it, expansion or compression, so let me take up an adiabatic process. An adiabatic process നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, you know what is adiabatic process? During adiabatic process നമുക്കറിയാം ഐസോതെർമലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ഐസോതെർമൽ പ്രോസസ് നടക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഹീറ്റ് ഈസ് അലൗഡ് ടു ഗോ ഔട്ട്സൈഡ്. ബട്ട് നമ്മളൊരു അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഐസോതെർമലിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഒരിക്കലും ഹീറ്റ് പുറത്തേക്ക് പോവില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ മുറിയിൽ ഒരു ഭയങ്കരമായൊരു ബോംബ് എക്സ്പ്ലോഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുറിയുടെ വാൾസ് എല്ലാം എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം ഈ ബോംബ് എക്സ്പ്ലോഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഈ മുറിയിലുള്ള ടെമ്പറേച്ചർ ഉയരും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെയുള്ള മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറ്റം വരും. അപ്പോൾ ഹീറ്റ് ഒരിക്കലും പുറത്തേക്ക് പോകില്ല ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൽ. സോ for an adiabatic process, let us consider the equation delta U is equal to Q plus W. Delta U equals Q plus W. You know, ഇത് നമ്മളെ FLOT means first law of thermodynamics ആണ് ഞാൻ എഴുതി വച്ചേക്കുന്നത്. ഇതിൽ നമുക്കറിയാം in an adiabatic process Q is equal to 0. So for an adiabatic process Q equals 0. If Q equals 0, what will happen to this? ഈ ടേം ഇവിടുന്ന് ക്യാൻസൽ ആകും. So what will be the remaining? Delta U is equal to W. Delta U equals W. We'll get like that, isn't it? Now see to that. If it is in that way, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സി വി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സി വിയും ഡെൽറ്റ യുവും തമ്മിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യിക്കാം, isn't it? So what is the relation between CV and delta U? I can write there CV is equal to what we studied. Can you just tell me? Delta U divided by what comes there? Delta T. We studied this. Okay, actually it is not delta T, N into delta T. Molar heat capacity at constant volume, isn't it? So what we can write, delta U, then delta U is equal to, so let's write here delta U is equal to, isn't it, work done is equal to, delta U is equal to N CV delta T. N CV delta T, isn't it? Okay, and you know what is the value of CV here?
CV is equal to R divided by gamma minus 1. Substitute there. So what do you get? Work done is equal to N, okay, R, then we have T2 minus T1 divided by what comes gamma minus 1. Okay, this is the expression what we get. And suppose if you are talking about expansion, definitely you will have a minus sign there. If you are talking about compression, you will have positive sign there, isn't it? So what we got the expression for work done in an adiabatic process, definitely you can see that W is equal to minus NR delta T divided by gamma minus 1. And you know what is this N? What is this R? What is T2? Final temperature. What is T1? Initial temperature. And gamma. You know gamma means CP by CV, which is called the Poisson's ratio here already. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ ഗാമേൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? ഓക്കെ, തീർച്ചയായും നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഹൗ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ദിസ് ഗാമ. ഗാമ നമ്മൾ പറയുന്നു റേഷ്യോ ഓഫ് മോളാർ റേറ്റ് കപ്പാസിറ്റീസ്. അത് ഓരോ മോളിക്യൂൾസിനും ഓരോ തരത്തിലുള്ള വാല്യൂസ് ആണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു മോണോറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അവിടെയുള്ള വാല്യൂ ആയിരിക്കത്തില്ല ഡയറ്റോമിക്കിൽ. അപ്പോൾ ഡയറ്റോമിക്കിൻ്റെ നമ്മൾ ട്രയറ്റോമിക്കിലേക്ക് അല്ലെങ്കിൽ പോളിയറ്റോമിക്കിലേക്ക് ചെല്ലുമ്പോൾ പോളിയറ്റോമിക്കിൽ നമുക്ക് പലതരത്തിലുള്ള മോളിക്യൂൾസ് വരാം, ലീനിയർ മോളിക്യൂൾ വരാം, നോൺ ലീനിയർ മോളിക്യൂൾ വരാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓരോരോ വാല്യൂസ് ആണ് ആ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, വെൽക്കം ടു ദാറ്റ്. വൺസ് അഗൈൻ ഓൾ ഓഫ് യു ലിസൺ ഹിയർ. നമുക്കറിയാം വാട്ട് വി സ്റ്റഡീഡ് CP minus CV is equal to R. And we know CP by CV, which is called Poisson's ratio, we got gamma. Now, see to that, നമുക്കറിയാം നമ്മളിവിടെ ഈ ഇക്വേഷനെ CV കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് CP by CV minus 1 is equal to R by CV, or else you can write gamma minus 1 is equal to R by CV. Okay, CV is equal to R by gamma minus 1. എന്തിനു നമ്മൾ ഈ വഴി വന്നെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്കറിയാം നമ്മൾ നേരത്തെ വർക്ക് ഡണ്ണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ -2.303 NRT log V2 by V1 എന്ന് പറഞ്ഞു. Similarly, we studied minus NRT log minus NRT അല്ല -2.03 NRT, isn't it? We forget that. -2.03 NRT log V2 by V1, -2.03 NRT log P1 by P2. പിന്നെ നമ്മൾ പഠിച്ചു എക്സ്പാൻഷൻ അഗൻസ്റ്റ് വാക്വം വിച്ച് ഈസ് ഈക്വൽ ടു 0. അവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അഡിയാബാറ്റിക് നമ്മൾ സംസാരിച്ചിട്ടില്ല. അഡിയാബാറ്റിക്കിനെ കുറിച്ച് സംസാരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പിന്നീടൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നു വാട്ട് ഈസ് ഫോർ അഡിയാബാറ്റിക് പ്രോസസ്. നിങ്ങൾക്കറിയാം ഒരു അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹീറ്റ് പുറത്തേക്ക് പോവില്ല, isn't it? Qന്റെ വാല്യൂ അവിടെ എന്താണ്? 0 ആണ്. Okay, then you know first law of thermodynamics, delta U is equal to Q plus W. So what is the value of Q, which is equal to 0? If that is 0, then what will happen to delta U? Delta U equals W. So our intention to see the work done in an adiabatic process. So we can write work done equals delta U, which is equal to NCV delta T as per the equation what we studied in the last board. Okay, then we can write the ultimate equation in this manner. So this is the work done in the case of an adiabatic process. And definitely how to get the gamma value, isn't it? I have told you gamma value is different for different persons. Okay, so we'll have a brief view on gamma on the next board. അപ്പോൾ നമുക്കിനി പറയേണ്ടത് ആ CPൻ്റെ വാല്യൂവിനെ കുറിച്ചും CVൻ്റെ വാല്യൂവിനെ കുറിച്ചും അതുപോലെ ഗാമ. ഹൗ അബൌട്ട് ഗാമ വാല്യൂ? തീർച്ചയായിട്ടും ഇത് ഗാമ വാല്യൂയും അതുപോലെ CP വാല്യൂയും CV വാല്യൂയും ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്സിൻ്റെ തെർമോഡൈനാമിക്സ് പാർട്ടിൽ പഠിക്കുന്നതായിരിക്കും. ദേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെയുള്ള ഫാക്ടേഴ്സ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് വെച്ചൊരു എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇതിൻ്റെ വാല്യൂസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സോ വി നീഡ് ടു ടോക്ക് അബൌട്ട് ഗാമ വാല്യൂ. തീർച്ചയായും നമുക്കറിയാം ഗാമ വാല്യൂ വി ഗെറ്റ് ഫ്രം CP by CV. അപ്പോൾ ഓരോ മോളിക്യൂൾസിൻ്റെ ഇപ്പോൾ നമുക്കിപ്പോൾ മോണോറ്റോമിക് ഗ്യാസ് ഉണ്ട്, ലൈക്ക് ഹീലിയം ഉണ്ടാകാം, ഇത് മോണോറ്റോമിക് ഗ്യാസ്. അതിൻ്റെ CPയും CV വാല്യൂ ആയിരിക്കില്ല ഒരിക്കലും whenever we talk about diatomic gas like oxygen or nitrogen. Same scenario may not be in the case of carbon dioxide, a triatomic molecule. And triatomic molecule ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ലീനിയർ ആണ്, അത് തന്നെ വേണമെന്നില്ല വേറൊരു നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളിൽ. സോ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ദെയർ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സി വി ഹാവ് എ മോണോറ്റോമിക് ഗ്യാസ്.
So when we have a monatomic gas, whenever we have monatomic gas, ഇവിടെ നമുക്കുള്ളത് സി പി ആണ്. സി പിൻ്റെ വാല്യൂയും അതുപോലെ സി വിൻ്റെ വാല്യൂയും അത് ഓൾ ടുഗദർ ആരെ തീരുമാനിക്കും? ഗാമേൻ്റെ വാല്യൂ തീരുമാനിക്കും. So here you can see that it will be 5/2R. What's the value of this CP? It will be 5/2R. Similarly, CV value 3/2R. And now when you have a diatomic species, in case of diatomic species, you can see that it's a 7/2R here, 7/2R, and here it is a 5/2R. Similar way, we think about triatomic or polyatomic. Polyatomic, I told you, linear case varam. Linear case varayanengil nammal diatomic enna chindikka. Okay, so whenever we have a polyatomic species, we have a 4R and a 3R. Okay, and now based on this, we can calculate what's the value of Cp by C for all the species. So here, when you find the gamma value, so first case you will be getting a 1.66. Second case you will be getting 1.40, and third case you will be getting 1.33. Please see to that. അപ്പോൾ ഈ ഒരു സംഭവം, ഈ വാല്യൂസ് എല്ലാം നമ്മളുടെ മനസ്സിലുണ്ടാവണം. സോ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. whenever we are solving problems, especially based on adiabatic process, we require gamma value, isn't it? And you know gamma value or Poisson's ratio, how we get it? By it's the Poisson ratio means ratio of molar heat capacities. Okay, ഓരോ ഗ്യാസിനും ഓരോ തരത്തിലാണ് ഓരോ ആൾക്കാരുടെയും വാല്യൂസ് ആണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ഒരു അഡയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻസ് മാത്രം, അതായത് വർക്ക് ഡൺ NR ഡിവൈഡഡ് ബൈ isn't it, നമ്മൾ ആ ഒരു ഇക്വേഷനകത്ത് കണ്ടിരുന്നു, അത് മാത്രം പോരാ നമുക്ക്. അതിനപ്പുറം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയിൽസ് ലോ, പി വി ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. സിമിലർ മാനർ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്തുണ്ട്, ഇതേപോലെ 2-3 ഇക്വേഷൻസ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ഹൗ വി ഗെറ്റ് ദാറ്റ് ഇക്വേഷൻ, എല്ലാം ഞാൻ പറയുന്നില്ല, ഒരു കേസ് പറയാം, എന്നിട്ട് ബാക്കിയുള്ള ഇക്വേഷൻസും എന്ത് ചെയ്യാം, നമുക്കവിടെ കണ്ടുപോകാം. സോ ലെറ്റ് സീ ദാറ്റ്. നെക്സ്റ്റ്, ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ ഓൾറെഡി അയാളുടെ വർക്ക് ഡൺ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, isn't it? See what we studied earlier, work done in an adiabatic process, it's equals delta U. So delta U ന്റെ വാല്യൂ നമ്മൾ എഴുതിയിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. we have written like this, NCV delta T. അതായിരുന്നു ഡെൽറ്റ യുവിൻ്റെ കേസിൽ നമ്മൾ എഴുതിയത്. Similarly, W can be written as pressure volume work. We can write minus P. So which is equal to minus P delta V. We have studied these equations. Okay. അങ്ങനെയാണെങ്കിൽ NCV delta T. സി വിൻ്റെ കഥ നമ്മൾ നേരത്തെ എഴുതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നേരത്തെ നമ്മൾ എഴുതി സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഫ്രം ഹിയർ വി ഹാവ് ഡിവൈഡഡ് വിത്ത് സി വി. സോ വെൻ വി ഡിവൈഡ് വിത്ത് സി വി, വാട്ട് വി ഗോട്ട് ഹിയർ, ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു ആർ ബൈ സി വി, or else you wrote there CV is equal to R by gamma minus 1. So let us write here, instead of CV we have so N into R divided by gamma minus 1 into delta T is equal to minus P. See, we are talking about pressure. A reversible process ആണെങ്കിൽ we can equate external pressure internal pressure same ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിക്ക് വരെ എഴുതാം NRT ഡിവൈഡഡ് ബൈ വി. സോ മൈനസ് NRT ബൈ വി ഇൻറ്റു ഡി വി. അപ്പോൾ രണ്ട് സൈഡിലും വർക്ക് ഡൺ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു റിവേഴ്സിബിൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ, വി നീഡ് ടു ഇൻറ്റഗ്രേറ്റ് ദ സ്മോൾ വർക്ക്സ്, അല്ലേ? ഓരോ സ്റ്റെപ്പിലും ഒരു റിവേഴ്സിബിൾ വർക്ക് ഡൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോരോ ചെറിയ സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ദിസ്. സോ വി ആർ ഡൂയിങ് ഇൻ്റഗ്രേഷൻ, ബോത്ത് സൈഡ്സ് വി ആർ ഡൂയിങ്. ഓക്കെ, ലെറ്റ് us റീഅറേഞ്ച് ഫസ്റ്റ് ഓഫ് ഓൾ. ലെറ്റ് us കുറേ ആൾക്കാർ നമുക്ക് കട്ട് ചെയ്യാം. NR ഇവിടെയും NR പോയി. ബാക്കി നമുക്ക് വരുന്നത് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ഡെൽറ്റ ടി ഓക്കെ ഡിവൈഡഡ് ബൈ ടി ഈക്വൽസ് മൈനസ് gamma minus 1 into
1 by v into dv. This is what we have. ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുകയാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. So we are integrating this part. Okay. Similarly, we are integrating here also. When we integrate, you know, this side will be getting ln t. So we can write here ln t is equal to minus gamma minus 1 into what comes ln v. Okay. So we have ln t is equal to minus gamma minus 1 into ln v. Okay. Now, see to that we got the equation ln t equals minus gamma minus 1 ln v, and here we have integration constant. Let's say that it's a c. Okay. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, ഒരു ലോഗരിതമിക് ഫോർമാറ്റ് a into log b ഫോർമാറ്റ് ആണ്. അപ്പോൾ നമുക്ക് a നെ എന്ത് ചെയ്യാം? ഇവിടെ മുകളിൽ കൊണ്ടുവയ്ക്കാം. So we can write in the next step ln t is equal to minus ln v raised to gamma minus 1. Okay, what comes there plus c. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. So what we can do there, next step ln t plus ln v gamma minus 1 is equal to a constant, isn't it? Now it's of the format log a plus log b. Log a plus log b means log ab. So I can write, actually ln means നിങ്ങൾക്ക് അറിയാം അതൊരു നാച്ചുറൽ ലോഗരിതം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? സി ഐ ക്യാൻ റൈറ്റ് അഗെയിൻ ln t into, isn't it, what comes there, v raised to gamma minus 1, it's a constant. അങ്ങനെയാണെങ്കിൽ we can write ultimately t into v gamma raised to 1, it's equals a constant. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ബോയിൽസ് ലോ എഴുതിയതുപോലെ we can write here again t1 v1 gamma raised to 1 will be equals t2 v2 raised to what comes there, gamma minus 1. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. Okay, so try to understand, all of you. Don't think about all these things. We need only one equation. ഈ equation നിങ്ങൾ എല്ലാവരും ഓർക്കുക. What we have t1 v1 gamma raised to 1 is equal to t2 v2 gamma raised to 1. ഇത് എവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്? This is in the case of adiabatic process. അപ്പോൾ ഒരിക്കലും അഡയബാറ്റിക് പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യരുത്? P1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ? വി ആർ സ്റ്റഡീഡ് നമ്മുടെ ബോയിൽസ് ലോ, ചാൾസ് ലോ, അങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് നോക്കാണ്ടത് ഇവിടെ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ദേ ഹാഡ് ഗിവൻ ഇനിഷ്യൽ ടെമ്പറേച്ചർ, ഇനിഷ്യൽ വോളിയം, this will be the relation with the final temperature and final volume. Similarly, you can write another equation, PV raised to gamma is equal to, so P1 V1 raised to gamma equals P2 V2 raised to gamma, isn't it? So you can write that equation there, isn't it? So similarly, so what we studied, definitely നമ്മൾ ആദ്യത്തെ കേസ് എഴുതി. So T1 V1 raised to gamma minus 1 equals T2 V2 raised to gamma minus 1. Next we have a P1 V1 raised to gamma equals P2 V2 raised to gamma. Similarly, one more equation, what we have, T1 gamma P1 1 minus gamma equals T2 gamma P2 1 minus gamma. ഈ മൂന്ന് ഇക്വേഷനും നമ്മൾ ആരുടെ കേസിൽ ഓർത്തിരിക്കണം? അഡയബാറ്റിക് എക്സ്പ്രഷൻ്റെ കേസിൽ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. അഡയബാറ്റിക് എക്സ്പ്രഷൻ്റെ വർക്ക് ഡൺ നമ്മൾ പറഞ്ഞു, isn't it? സിമിലർലി അഡയബാറ്റിക്കിൻ്റെ ഇനിഷ്യൽ കേസ് എന്നാൽ ഫൈനൽ കേസുമായിട്ടുള്ള റിലേഷൻ, ആ മൂന്ന് റിലേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ഇക്വേഷൻ നമുക്ക് വേണം when they ask about adiabatic process work done. Okay, definitely next session നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോബ്ലംസ് തീർച്ചയായിട്ടും ചെയ്യാം. So definitely we'll see you in the next session.